മണി മാനേജ്മെന്റ് എന്നത് വളരെ ലളിതവും എന്നാൽ കാര്യക്ഷമവുമായി നടപ്പാക്കേണ്ട ഒന്നാണ്. ദീർഘകാല സാമ്പത്തിക സുരക്ഷയും സ്ഥിരതയും കൈവരിക്കുന്നതിന് പണം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പലരും ഇന്നും തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ സൂക്ഷിച്ചിരിക്കുന്ന സേവിങ്സ് അക്കൗണ്ടുകളിലാണ്. അക്കൗണ്ടിൽ എത്തുന്ന പണം മുഴുവൻ അവിടെ തന്നെ തുടരാനും അനുവദിക്കും. ഒരു സേവിങ്സ് അക്കൗണ്ടിന്റെ ഉപയോഗം എന്താണെന്ന് ഇന്നും 90% ഉപയോക്താക്കൾക്കും അറിയില്ല. ഇത്തരം ചില ചെറിയ തെറ്റിദ്ധാരണകളാണ് നിങ്ങളെ സമ്പന്നരാക്കിൽ നിന്നും അകറ്റുന്നത്. ചെലവിനും സമ്പാദത്തിനും ഇടയിൽ ശരിയായ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് വളരെ അനിവാര്യമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാം. വളരെ ലളിതമാണ് ഈ റൂൾ. ഇവിടെ നിങ്ങളുടെ നികുതിക്ക് ശേഷമുള്ള വരുമാനം 3 ആക്കി തിരിക്കുന്നു. ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സമ്പാദ്യം എന്നിവയാണ് ഈ 3 സെഗ്മെന്റുകൾ. സാമ്പത്തിക അച്ചടക്കത്തിനും മികച്ച പണം മാനേജ്മെന്റിനും ഈ ലളിതമായ ഫോർമുല നിങ്ങളെ സഹായിക്കും. 50% വരുമാനത്തിന്റെ സിംഹഭാഗം നിങ്ങളുടെ ആവശ്യ ചെലവുകൾക്കുള്ളതാണ്. വാടക, ഭവന വായ്പ, വൈദ്യുതി, യൂട്ടിലിറ്റി ബില്ലുകൾ, പലചരക്ക് സാധനങ്ങൾ, ഗതാഗത ചെലവുകൾ, ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, മറ്റു ഒഴിവാക്കാനാവാത്ത ചെലവുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 30% ജീവിതശൈലി ചെലവുകളെ കാണിക്കുന്നു. പുറത്തുനിന്നുള്ള ഭക്ഷണം, വിനോദ സബ്സ്ക്രിപ്ഷനുകൾ, ഷോപ്പിംഗ്, അവധിക്കാലങ്ങൾ, ഹോബികൾ എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽ വരുന്നു. 20 പലരും വിട്ടുകളയുന്ന ഭാഗമാണിത്. പക്ഷെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഭാഗവും ഇതാണ്. വരുമാനത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗമാണിത്, പക്ഷേ ഏറ്റവും പവർഫുള്ളാണ്. ഭാവി സാമ്പത്തിക ആസൂത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്. അടിയന്തര ഫണ്ട് നിർമ്മിക്കൽ, വിരമിക്കൽ നിക്ഷേപം, ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള സമ്പാദ്യം എന്നിവയ്ക്കായി ഈ ഭാഗം വിനിയോഗിക്കണം. ഇനി അടുത്ത വരുമാനത്തെ മുകളിൽ പറഞ്ഞ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വീതിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു പരിധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെലവുകൾ അതിന് മുകളിലാണെങ്കിൽ അവ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇത് ഒറ്റ മാസം കൊണ്ട് സാധ്യമായെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ ആദ്യ ചുവട് വയ്ക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രതിമാസ ശമ്പളം 30,000 രൂപയാണെങ്കിൽ എല്ലാ മാസവും 6,000 രൂപ സമ്പാദത്തിലേക്ക് നിക്ഷേപിക്കുമെന്ന് ഉറപ്പാക്കുക. ഇനി സേവിങ്സ് അക്കൗണ്ടുകളിലേക്ക് വരാം. സാമ്പത്തിക സുരക്ഷ കെട്ടിപ്പടുക്കുന്നതിൽ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ ഇന്ന് പലരും ഈ ഓപ്ഷനെ അന്ധമായും അമിതമായും ഉപയോഗിക്കുന്നു എന്നതാണ് സത്യം. ബാങ്കുകളും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം സേവിങ്സ് അക്കൗണ്ടുകളുടെ അമിത ഉപയോഗം ബാങ്കിന് ആവശ്യമായ ലിക്വിഡിറ്റി നൽകുകയും അവരുടെ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വരുമാനമുള്ള സേവിങ്സ് അക്കൗണ്ടുകൾ സാധാരണ സേവിങ്സ് അക്കൗണ്ടുകളേക്കാൾ മികച്ച പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ മുഴുവൻ പണവും ഇവിടെ തുടരുന്നത് ശരിയാണ്. ദൈനംദിന ചെലവുകൾക്ക് ആവശ്യമായ പണം സൂക്ഷിക്കേണ്ട അക്കൗണ്ടാണിത്. ഇവിടെ നിങ്ങളുടെ വരുമാനം മുഴുവൻ പാർക്ക് ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. നിങ്ങളുടെ ഒരു മാസത്തെ ചെലവുകൾ വഹിക്കാനുള്ള തുക മാത്രം ഇവിടെ മതിയാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ സേവിങ്സ് അക്കൗണ്ടുകളാണെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയവും എത്തിയിരിക്കുന്നു. ലൈഫിലുള്ള പണം സേവിങ്സ് അക്കൗണ്ടിൽ കരുതിയ ശേഷം ബാക്കി മികച്ച വരുമാനം ജനറേറ്റ് ചെയ്യുന്ന നിക്ഷേപ പദ്ധതികളിലേക്ക് മാറ്റുക. FDകൾ, പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ, സർക്കാർ പദ്ധതികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഓഹരികൾ തുടങ്ങി എന്തും സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ തിരഞ്ഞെടുക്കുന്ന സ്കീമുകൾ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഉദാഹരണത്തിന് റിട്ടയർമെന്റിനോട് അടുത്തൊരു വ്യക്തി മുഴുവൻ സമ്പാദ്യവും ഓഹരികളിലേക്ക് മാറ്റുന്നത് ബുദ്ധിയല്ല. അതുപോലെ കരിയർ ആരംഭിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ FDകളിൽ മാത്രം കുടുങ്ങുന്നതും ശരിയല്ല. അതിനാൽ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടുന്നതിൽ യാതൊരു തെറ്റും കാണേണ്ടതില്ല.